നമ്മൾക്ക് ബിരിയാണി കിട്ടതിന് സങ്കടം ഉണ്ടാവും. പിങ്കു കള്ളത്തിയെ എന്നോട് അമ്മ ഇങ്ങോട്ട് കേറിക്കരുതേ പറഞ്ഞിട്ടില്ലേ കള്ളത്തിയെ? ഇപ്പൊ സമയം എത്ര അറിയോ? 2 മണി. 1:50 ആയില്ലേ? ഇന്ന് രാവിലെ തൊട്ട് ഇട്ട് ഭക്ഷണം രണ്ടാമത്തെ ഈ ഒരു ഗ്ലാസ് ചായയാണ്. അല്ല രണ്ടാമത്തെ അല്ല, അത് തോന്നുന്നു. രാവിലത്തെ ഒരു ചായ വീട്ടിൽ കുടിച്ചു, പിന്നെ ഓഫീസിൽ നിന്ന് ഒരു ചായയും ഒരു പൂവടയും, പിന്നെ ഇപ്പോൾ ഒരു ബ്രൂ കാപ്പി, കുറച്ച് മുറുക്ക്. രാവിലെ മാഗി ഉണ്ടാക്കിയിരുന്നു, തിന്നെ ഒഴിവിട്ടില്ല. പിന്നെ അവർക്ക് അവിടുന്ന് അങ്ങനെ കല്യാണത്തിന് പോകാതെ അപ്പോൾ ഇന്ന് കല്യാണമുള്ള കാരണം കൊണ്ട് നമ്മളെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ട്, പിന്നെ അയൽവക്കത്ത് കല്യാണം ഉണ്ട്, അതൊന്നും ഉണ്ടാക്കിയില്ല. എല്ലാവരും കല്യാണത്തിന് പോലെ. അച്ചുട്ടനും ഏട്ടനും കല്യാണം കഴിഞ്ഞ് വരുന്നുണ്ട്. അവിടെ സദ്യയായിരുന്നു. ആദ്യം പോയവിടുത്തെ ബിരിയാണി ആയിരുന്നു. ഇപ്പൊ അവരൊക്കെ അതെല്ലാം കയറ്റി വന്നിട്ടുണ്ട്. അനക്കൊന്നുമില്ല അമ്മ, അങ്ങോട്ട് കൊടുക്കില്ല. ചിക്കൻ കറി ഇല്ല. എന്താണ് എന്റെ കെട്ടിക്ക് പൊറോട്ട കൊണ്ടുവന്നോ? അമ്മയ്ക്ക് പോണില്ല. അതെന്താ നമ്മുടെ എന്റെ കൊടുക്കില്ല. നമ്മൾക്ക് ബിരിയാണി കിട്ടതിന് സങ്കടം ഉണ്ടാവും. ഇന്ന് ഡ്യൂട്ടി ഉള്ള കാരണം കൊണ്ട് 2 കല്യാണപ്പരേക്കും തലേദിവസമാണ് പോയത് കേട്ടോ. അപ്പം അച്ഛനും മക്കളും കൂടിയാണ് കല്യാണത്തിനൊക്കെ പോയത്. അപ്പോൾ വണ്ടിക്ക് പോകാൻ ദൂരമുള്ളടത്തേക്ക് ആദീനെ വിട്ടു, നമ്മുടെ ചെപ്പശ്ശേരിയുള്ള കല്യാണത്തിന് അച്ഛനെ വിട്ടു. 3 പൊറോട്ട കഴിക്കുക. സത്യം പറഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ നേരെ വിപരീതമാണ് ഇന്ന് നടന്നേട്ടാ. ഏട്ടൻ പറഞ്ഞു ഈ ഓഫീസിൽ നിന്ന് വിട്ടേ പാടിനെ വിളിക്ക്, ഞാൻ കല്യാണം പെരേന്ന് വന്നാൽ എന്നെയും കൂട്ടിയിട്ട് പോവാം, കല്യാണം കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോരാന്ന്. പക്ഷേ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു, എടി ഞാൻ ഇവിടെ വിളമ്പി കൊടുക്കുന്ന തിരക്കിലാണ്, ഈ ഒരു ഓട്ടോ വിളിച്ചിട്ട് വായോന്ന്. അവയ്ക്ക് ഈ നേരമായിട്ടേ ഒരു 12:30-12:45 ആയിരുന്നു. അങ്ങനെ കല്യാണത്തിന് കയറി ചെല്ലണ്ടേ. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോട്ടേനും, നിങ്ങൾ ഉണ്ണിയും കൂടി അവിടെ വന്നാൽ മതിയായിരുന്നു. അപ്പം എന്തെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പൊക്കോ കഴിക്കാൻ, ചെന്നിട്ട് ഉണ്ടാക്കാൻ നേരില്ലല്ലോ ഒന്ന് പറയുകയും ചെയ്തു കേട്ടോ. നാളെ പരീക്ഷയാണ് അമ്മായി, നാളെ പരീക്ഷേ. ഉറങ്ങട്ടെ ഒന്ന് ഉറങ്ങട്ടെ. കഴിച്ച് വയറെറിഞ്ഞ് കിടന്നുറങ്ങട്ടെ പറയുമ്പോഴേ പറ്റില്ല, പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കാൻ വേണ്ടി ചെക്കൻ എന്നെ പ്രൊവോക്ക് ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടേട്ടാ. നിങ്ങൾ പൊറോട്ടയൊക്കെ കഴിച്ച് ഇത്ര നേരം എന്നാണ് മയങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ വന്നിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഏട്ടൻ വരുമ്പോൾ എന്തെങ്കിലും എണ്ണക്കടി കൊണ്ടുവന്നാൽ മതി, ഞാനൊരു ബ്രൂ അടിച്ച് അതും കഴിച്ച് വയറിനെ ഞങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്തിക്കോളാം, വൈകുന്നേരം നമുക്ക് ഇത്തിരി നെയ്ച്ചോറും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ബിരിയാണി കഴിച്ചല്ലേ, അപ്പോൾ അച്ചൂട്ടനെ അതൊരു വിഷമാവണ്ട. അച്ചൂട്ടൻ്റെ വലിയമ്മോള് വിളിച്ചാണ് കേട്ടോ, ഓട്ടോറിക്ഷയ്ക്ക് പോണി പോന്നോന്നൊക്കെ പറഞ്ഞാണ് അത്ര. പക്ഷെ എനിക്കൊരു വാക്ക് തന്നില്ലേ, ഞാൻ ചിലപ്പോൾ ശരി അച്ഛൻ്റെ കൂടെ കല്യാണപ്പരയിൽ നിന്നോളാന്ന്. എന്നിട്ട് പിന്നെ പറഞ്ഞ കേൾക്കണ്ട പോകണ്ട, അമ്മയ്ക്കത് വിഷമാവെന്ന് ഓർത്തിട്ട് മൂപ്പർ അവിടെ തന്നെ ഒറ്റയ്ക്ക് നിന്നു. അവൻ്റെ കടയാണ് അവൻ്റെ ഏട്ടൻ മിതു ഒക്കെ, അവനൊക്കെ കല്യാണത്തിന് പോയിരുന്നു. പക്ഷേ അവൻ പോയിരുന്നത് കണ്ടിട്ടും കൂടിയും ആൾ കുലുങ്ങാണ്ട് അവിടെ തന്നെ നിന്നു കേട്ടോ. ഓട്ടോറിക്ഷയിൽ പോകണമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ വെജാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ അവനെ പറഞ്ഞയച്ചിട്ടുണ്ടാവും. മൂപ്പർക്ക് ഈ കല്യാണത്തിൻ്റെ ഒക്കെ അവിടുത്തെ നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തായാലും വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഏട്ടൻ പറഞ്ഞിരുന്നു, ഇല്ലെങ്കിൽ ഉണ്ണിക്കത് ഇടങ്ങാറാവൂലേ. പിങ്കോസ് വലുതാവും തോറും മഹാവായി നോക്കിയാണ് കണ്ണ് പറ്റി നമ്മളെ ടെറസിൻ്റെ മൂലയ്ക്ക് കയറി അയൽവക്കത്തേക്കൊക്കെ നോക്കി സംസാരിക്കുക, റോട്ടിക്കൂടെ പോണ വണ്ടിക്കാരെയൊക്കെ നോക്കുക, വണ്ടി നോക്കുകയൊക്കെയാണ് 36ടെ ഒരു ഹോബി. കള്ളത്തിയെ എന്നോട് അമ്മ ഇങ്ങോട്ട് കയറിക്കരുതേ പറഞ്ഞിട്ടില്ലേ കള്ളത്തിയെ? ഇവിടെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, കണ്ണ് തെറ്റിയ തരിപ്പും കൂടെ നടക്കും, അതാണ് ആകെ പേടി. അതോ നോട്ട് ദുഷ്ട എവിടെ നമ്മളെ ഒരു പൂ ചോദിക്കുമ്പോൾ പൂക്കാലം തരികയെന്ന് പറയില്ല, അതുപോലെയാണ് ചില സമയത്ത് എൻ്റെ ആദിയുടെ ഒരു പരിപാടി. ഞാൻ പറഞ്ഞു, എടാ ഉണ്ണി കോഴയ്ക്കവള്ളിയിൽ കുറച്ച് കോഴയ്ക്കുണ്ട്, അത് പൊട്ടിച്ചെന്നാൽ നമുക്ക് നമ്മളെ കല്യാണം ഉണ്ടാക്കുമല്ലോ, ഒരു കോഴയ്ക്ക മെഴുക്ക് വരട്ടി അതുപോലത്തെ ഒന്ന് ഉണ്ടാക്കി വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിച്ചേരാൻ പറഞ്ഞപ്പോൾ കോഴയ്ക്കവള്ളിയോടക്കിനെയാണ് കോഴയ്ക്ക പൊട്ടിച്ച് തന്നിട്ടുള്ളത് കേട്ടോ. ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു കോഴയ്ക്കവള്ളിക്ക് നമ്മൾ നല്ല വളമോ മണ്ണോ വെള്ളമോ ഒന്നും കൊടുക്കാറില്ല, അതിൻ്റെ പാട്ടിന് അതവിടെ അങ്ങനെ ഉണ്ടാവുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ലൊരു
ശരിക്കുള്ള കുഴക്ക കിട്ടാറുണ്ട്. ഓരോ കുഴക്ക നല്ല വലിപ്പം, നീളമില്ലെങ്കിലും നല്ല വണ്ണമാണ്. നുറുക്കി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും കേട്ടോ. എൻ്റെ ഒരു വള്ളിയുടെ കഷ്ണം മുറിച്ച് വേറൊരു ഭാഗത്ത് നന്നാക്കി കുഴിച്ചിട്ട് നല്ലൊരു പന്തലാക്കി എടുത്തു കഴിഞ്ഞാൽ വെറുതെ നമുക്ക് കുഴക്കപ്പേരി കഴിക്കാം. നമ്മുടെ നാലുപുറമുള്ളവർക്കും കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ കൊടുക്കാനുണ്ടാവും. ഒന്ന് ശരിയാക്കണം, കുഴക്കവള്ളി കൃഷി ഒന്നുകൂടി ഉഷാറാക്കി എടുക്കണം. എനിക്ക് ഈ കുഴക്കവള്ളി തന്നത് എൻ്റെ പാതാക്കര, അവിടുത്തെ എൻ്റെ എടുത്തമ്മയാണ് കേട്ടോ. ഞാൻ ചോദിച്ചിട്ടല്ല, എന്നെ കണ്ടപ്പോൾ ഇവിടെ കുഴക്കവള്ളി ഉണ്ട് എനിക്ക് വേണോ ചോദിച്ച് തന്നെയാണ്. മനസ്സിറങ്ങി തന്നാൽ അത് പിടിക്കുന്നു പറഞ്ഞ മാതിരി വെറുതെ മാന്തി വെച്ചിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് കുഴക്കൊക്കെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു റംബൂട്ടാൻ്റെ തൈ തന്നിട്ടുണ്ടായിരുന്നു, അതും പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അത് പക്ഷെ അങ്ങനെ എന്താ പറയുക, മൂരിച്ച് നിൽക്കാറില്ലേ, അങ്ങനെ നിൽക്കുകയാണ്. 2 തന്നെയാണ്, ഒരെണ്ണേ പിടിച്ചുള്ളൂ. റംബൂട്ടാനൊക്കെ ആകുമ്പോൾ 2 പിടിക്കണം അത്ര, എന്നാൽ മാത്രമാണ് കായൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. എന്താ വെച്ചാൽ നമ്മളെ ഈ അടുക്കളപ്പുറത്തൊരു അരിനെല്ലി ഇല്ലേ, അത് എത്ര നാളായി അവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടാ ഒറ്റ പൂ പോലും ഉണ്ടായിട്ടില്ല, പൂവുണ്ടായിട്ടില്ല, കായ ഉണ്ടായിട്ടില്ല. ആ ഒരു സമയത്ത് തന്നെ കുത്തിയ ഇരുമ്പാമ്പുള്ളിയിൽ വർഷത്തിൽ 2-3 തവണ എന്ന് പറഞ്ഞ മാതിരി ഇരുമ്പാമ്പുള്ളി കാഴ്ച കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും അതിന്മേൽ നിറയെ കായുണ്ട്. മീനെ കാണിച്ചു തന്നില്ലല്ലോ അമ്മയ്ക്ക്. ആരാത്? പിങ്ക് മോളോ? പിങ്കു മോളോ? പിങ്കു പാടത്തെ ട്രാക്ടർ കണ്ടം പൂട്ടൂലേ, അങ്ങനെ പൂട്ടണ സൗണ്ട് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളൊന്ന് ഓടിപ്പോയി വരട്ടെ, പ്ലീസ് അമ്മ വന്നിട്ട് മേലെ ഒഴുകിയിട്ട് പഠിക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞ് കെഞ്ചി വാശി പിടിച്ച് ഓടിപ്പോയി വന്നതാണ്. അപ്പോൾ പോയാൻ പാടാ ട്രാക്ടറിൻ്റെ പിന്നാലെ നടന്നിട്ട് 2-3 കുഞ്ഞി നോനപ്പം മീനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. എന്നിട്ട് അതിലൊരു മീനെ നമ്മളെ മീൻ തൊട്ടിയിലിട്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ ഉണ്ണി അതിലതിട്ട് കഴിഞ്ഞാൽ കുഞ്ഞു മീങ്ങളെ മൊത്തം ആ നടമീൻ തിന്നും, അത് വേഗം എടുത്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പൈസ എടുത്ത് മേടിച്ച മീങ്ങളെ പണിയെടുത്തിരുന്ന്. അപ്പോൾ പിന്നെ അമ്മമ്മയുടെ വാക്കും കേട്ട് വേഗം അതിനെ മാറ്റി. എന്തോ ഭാഗ്യത്തിനൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വേറെ 2 മീനും കൂടി ഉണ്ടായിരുന്നു. അതിൽ പക്ഷേ ട്രാക്ടർ മേൽ തട്ടിയിട്ടാണ് തോന്നുന്നു പകുതി ജീവനേ ഉണ്ടായിരുന്നുള്ളൂ കൊണ്ടുവന്നേ പാട്. അതിന് എന്നാലും ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചൊരു ചെമ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പാവല്ലേ അമ്മ, കരയപ്പാത്തിട്ടിട്ട് അതിൻ്റെ ജീവൻ പെട്ടെന്ന് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ ഒക്കെ കഴിഞ്ഞ് പിന്നെ വേഗം മേലൊക്കെ കഴുകി പഠിക്കായിരുന്നു 2 ഞാനേ ഓഫീസ് തൊട്ട് ഉച്ചയാകുമ്പോൾ വരുമ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ അടുത്തുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട്. വൈകുന്നേരം വരുമ്പോൾ ഇറച്ചി കൊണ്ടായിരുന്നു. ഇറച്ചി കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ളി തക്കാളി വാട്ടിയൊരു കറിയോ മുട്ടക്കറിയോ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാന്നാണ് തീരുമാനിച്ച്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തട്ടിക്കുട്ടി ഒരു നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഭാഗ്യത്തിനാണേ കല്യാണത്തിനും ഇല്ല, കല്യാണത്തിന് പോകണമെങ്കിൽ നെയ്ച്ചോറ് ഇടില്ലല്ലോ. അതെ, നാളേക്കും ഉണ്ടാവും, ബാക്കി നാളേക്ക് ഉണ്ടാവും, തിന്നനുസരിച്ചുണ്ടാവും. അതിലൊന്നും അരിഞ്ഞിട്ടില്ല കേട്ടോ, വെളുത്തുള്ളി ഇഞ്ചി മാത്രം ചതച്ച് വെച്ചിടണം. ഇനി വേഗം പോയി വായിക്കും, അമ്മ അപ്പോഴേക്കും ഇത് ഉണ്ടാക്കിയിട്ട് വിളിക്കാം. അപ്പൊ എന്തിനാ ഇതിനോട്ട് ഇതായിട്ട് വിളിക്കാമേ. ഇറച്ചി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എനിക്ക് ചെവി തല സൗര്യം തരില്ല കേട്ടോ. ഇറച്ചി വെന്തോ അമ്മ, വേവറായോ അമ്മ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാനപ്പോൾ ഇങ്ങനെ ഓർക്കായിരുന്നു, ചെറുതിൽ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാറുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് ഓർമ്മ കിട്ടുകയേ ചെയ്തില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് അതിനെപ്പറ്റി സംസാരിച്ചു, പിന്നെ എനിക്ക് ആ കഥ മുഴുക്ക കിട്ടണില്ല. അപ്പോൾ ഞാൻ ഫോണ് എഡിറ്റിങ് നിർത്തിയിട്ട് അമ്മയെ വിളിച്ചു, അച്ഛയെ വിളിച്ചു, ചേച്ചി വിളിച്ചു, അനിയത്തി വിളിച്ചു, എല്ലാവരെയും വിളിച്ചു കേട്ടോ. ആ കഥയുടെ പകുതി പറഞ്ഞു കൊടുത്തിട്ട് ബാക്കി അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആർക്കാർക്കും ഓർമ്മയില്ല. അച്ഛയ്ക്കും ചെറിയ അനിയത്തിക്കുമാണ്, 2ാമത്തെ അനിയത്തിക്കുമാണ് ഇത്തിരി കഥ ഓർമ്മയുള്ളത്. ആ കഥ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഒരു മുത്തശ്ശിയോ ഒരമ്മയോ അങ്ങനെ ആരോ ഒരാൾ പാറപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ ഇറച്ചി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇറച്ചി ഉണ്ടാക്കാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ കുട്ടിക്കിത് ആവാൻ വേണ്ടിയിട്ട് തിരക്കായിട്ട് കുട്ടി ഇങ്ങനെ ചോദിക്കുക, മുത്തശ്ശി ഇറച്ചി എന്തോ? അപ്പോൾ മുത്തശ്ശി പറയും, ഇല്ലേ മാനേ ഞാൻ വിറകെടുത്ത് വരുന്നേ ഇല്ലേ. അപ്പോൾ കുട്ടി വീണ്ടും ചോദിക്കുക, മുത്തശ്ശി ഇറച്ചി എന്തോ? അപ്പോൾ മുത്തശ്ശി പറയും, ഇല്ല മാനേ തീ പിടിപ്പിക്കുന്നേ ഉള്ളേ. വീണ്ടും ചോദിക്കുമ്പോൾ ഇല്ല മാനേ വെള്ളം തിളയ്ക്കുന്നേ ഉള്ളേ. അങ്ങനെ അടുപ്പത്ത് ആവുന്നേ ഉള്ളേ എന്നിങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇറച്ചി കൊടുക്കാൻ വേണ്ടി വഴുകുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഇറച്ചി കിട്ടുന്നുണ്ടോ, അതോ ഇറച്ചി ആയിട്ട് അത് കുട്ടിക്ക് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണോ വരണേ? എന്താണ് ആ കഥയുടെ അവസാനം, ആ കഥയുടെ ഒരു സാരാംശം എന്നുള്ളത് ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ ആ ഡയലോഗ് ഉണ്ടല്ലോ, മുത്തശ്ശിയെ ഇറച്ചി എന്തോ? ഇല്ല മാനേ ആവുന്നേ. ആ വരികളും ആ ട്യൂണും ഒക്കെ എനിക്ക് നല്ല രീതിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു കഥ അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണേ. ഒരുപാട് പഴയ കഥയാണ്, ഒരുപാട് അർത്ഥമുള്ള കഥയാണ്.
ഒരു പക്ഷേ പോകെ പോകെ എൻ്റെ അനിയത്തിക്ക് ആ കഥ ഓർമ്മ വരുമായിരിക്കും. അങ്ങനെ ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വ്ളോഗിൽ ആ കഥ മുഴുക്കാൻ പറയാം കേട്ടോ. ഇതുകൂടെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി, അപ്പം ജസ്റ്റ് അങ്ങനെ പറഞ്ഞു, അത്രയല്ലേ. എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ചെക്കന്മാർ ഈ കഥയുടെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കേട്ടല്ലോ, അപ്പം തുടങ്ങി എന്നെ സ്വരം കെടുത്താനായിട്ട്. അമ്മ കഥ പറഞ്ഞു, അമ്മ ഒന്ന് ആലോചിക്ക്, ഓർത്ത് നോക്ക്, ഗൂഗിളിനോട് ചോദിക്കമ്മ, യൂട്യൂബിൽ നോക്കമ്മ എന്നൊക്കെ. അച്ചച്ചയുടെ പഴയ കഥകളൊക്കെ ഇന്നത്തെ നമ്മളുടെ ഗൂഗിളിനും യൂട്യൂബിനും ഒക്കെ അറിയോ അല്ലേ. അപ്പോൾ നമ്മുടെ ആ ചെതിൽ അരിച്ച ഓർമ്മകളൊക്കെ ഒന്നും കൂടെ പൊടിതട്ടി നോക്കട്ടെ. ഓർമ്മ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ അത് തട്ടിക്കൊട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നെമാതിരി പഴയ കുറേ കഥകളും നൊസ്റ്റാൾജിയും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം കേട്ടാൽ മതി. അല്ലാത്തവർ ഞാൻ ആ കഥ പറയുമ്പോൾ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എന്തായാലും കണ്ടേക്കണേ. തൻ്റെ ഇടയ്ക്ക് പണി നല്ല രീതിക്ക് സ്പീഡായി നടക്കുന്നുണ്ട്. സഹായിക്കാൻ എൻ്റെ കൊച്ചുണ്ടാപ്പി കൂടെ തന്നെയുണ്ട്. ഇന്ന് പഠിക്കില്ല, രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കാമെന്ന് വാക്ക് തന്നിട്ടാണ് അടുക്കളയിൽ എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ മേലെ ഇടാനായിട്ടുള്ള ഉള്ളി ആദ്യം തന്നെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, കാശ് കൊടുത്ത് മേടിച്ച പാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും മുതലായിട്ടുള്ളൊരു പാത്രം ഈ ഒരു ബിരിയാണി പോട്ടാണ് കേട്ടോ. എത്ര പറഞ്ഞാലും കൊതി തീരില്ല. ഇതിൽ ബിരിയാണി, നെയ്ച്ചോറ്, പായസം എല്ലാം നമുക്ക് ഉണ്ടാക്കാം. ഒട്ടും തന്നെ അടി പിടിക്കില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പണ്ടൊക്കെ എനിക്ക് നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ പല അരികളും പല മാതിരി ആയിരിക്കും. ചിലതിൽ ഭയങ്കര പശപ്പായിരിക്കും, അപ്പോൾ അങ്ങനെ കട്ട പിടിക്കും. ചിലത് പെട്ടെന്ന് വെള്ളം വറ്റി അടിയൊക്കെ കരിയും, വേവില്ല, അങ്ങനത്തെ കുറേ നൂലാമാല പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതിൽ ബിരിയാണി, നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞാൽ റൈസ് കറക്റ്റായിട്ട് വെന്ത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അത് ഞാൻ തന്നെയാണ് ഗ്യാരണ്ടി. മുന്നേക്കെ എനിക്ക് നെയ്ച്ചോറും ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആലഭാരം പിടിച്ച പണിയായിരുന്നു. എന്തായാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ അടി പിടിക്കും, അല്ലെങ്കിൽ വേവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നേ. പക്ഷേ ഈ പോട്ടിൽ ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ നല്ല സൂപ്പറായിട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം എന്നെമാരി ആരെങ്കിലും അങ്ങനത്തെവരുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പോട്ട് മേടിച്ചിട്ട് ഉണ്ടാക്കി നോക്കും നിങ്ങൾ. ഇടയിൽ എൻ്റെ കെട്ടിയോ വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ചിട്ടാണ് നമ്മൾ ഉള്ളി വറുത്ത് കോരി എടുത്തത് കേട്ടോ. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നുമില്ല, അതൊന്നും ഇല്ലാത്ത ഒരു നെയ്ച്ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പു അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിൽ മല്ലിച്ചപ്പും പുതിനയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് തിളക്കട്ടെ, ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ അങ്ങനെ വെച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കിയാണ് നമ്മുടെ ചിക്കൻ വേവിക്കാനുള്ള മസാലയിലോട്ട്. അതും കൂടെ വഴറ്റി മസാലക്കുത്തൊക്കെ മാറിക്കഴിഞ്ഞാൽ എളുപ്പം തന്നെ നമുക്ക് കറി ഉണ്ടാക്കാമല്ലോ. നെയ്ച്ചോറും കറിയാകുമ്പോൾ എളുപ്പമാണ്. ഒരടുപ്പത്ത് നെയ്ച്ചോറും സെറ്റാവും, അതേ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറിയും വെന്തിട്ടും. പണ്ടത്തെ എൻ്റെ ഗ്യാസ് അടുപ്പിലാണെങ്കിൽ മിന്നാമിനിങ് തീയും കത്തിയിട്ട് മിക്കവാറും 2-3 മണിക്കൂർ വേണ്ടി വരും ഇതൊക്കെ ഒന്ന് ആയി കിട്ടണമെങ്കിൽ. പക്ഷെ ഇപ്പം അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. സംഭവങ്ങൾ അരിഞ്ഞ് വൃത്തിയാക്കി കിട്ടേണ്ട താമസമേ ഉള്ളൂ. നല്ലോണം കത്തുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് നല്ല പാകമായി കിട്ടും കേട്ടോ. പിന്നെ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പായസം ഉണ്ടാക്കണം, അതുപോലെ അവിയൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിയിലൊന്നും പിടിക്കാണ്ട് പച്ചക്കറികളൊക്കെ പെട്ടെന്ന് വേവിച്ചെടുക്കാനും നമുക്ക് നമ്മളുടെ ഈ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വയ്ക്കുന്ന പോട്ടില്ലേ അതെടുക്കാം. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നോൺ സ്റ്റിക്കൊന്നും ഇളകാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. മാക്സിമം ഈ സ്റ്റീലിൻ്റെ കയ്യിലൊന്നും വെച്ച് ഇളക്കാണ്ട് മരത്തിൻ്റെയൊക്കെ കയ്യിൽ മാത്രം ഉപയോഗിക്കാം. ഞാൻ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഇപ്പോൾ ഉള്ളിയൊക്കെ വറുത്ത് കോരിയില്ലേ, അങ്ങനത്തെയൊക്കെ സമയത്ത് സ്റ്റീലിൻ്റെ കയ്യിലാണ് ഉപയോഗിക്കല് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അടിക്ക് ഇങ്ങനെ ഉരയ്ക്കാണ്ട് നല്ല ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മതി. നല്ലോണം പൈസ കൊടുത്ത് മേടിച്ചല്ലേ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇരിക്കും ആ സാധനത്തിൻ്റെ ഈട്. ഞാനിപ്പോൾ 1 കിലോ അരി കൊണ്ടാണ് നെയ്ച്ചോറ് വെക്കുന്നത് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വൈകുന്നേരം ഒറ്റ നേരത്തേക്കാണ് ഉണ്ടാക്കുന്നത്. പകുതി വെച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആ ചൂട്ടനും ആദ്യം തോനെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ ചായ പലഹാരം ഒന്നും വേണ്ട, ചായക്ക് നമുക്ക് നെയ്ച്ചോറിനെ മതി എന്ന് പറയുന്നു കേട്ടോ. പേട്ടനെ ഒരു കുറ്റി പുട്ട് എന്തെങ്കിലും ഉണ്ടാക്കി ഒപ്പിക്കുകയും ചെയ്യാമല്ലോ. ഉണ്ണിയൊക്കെ ഇങ്ങനത്തെ വല്ല ഐറ്റംസും ആണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. മസാലയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരേക്കും ഉള്ളിയും തക്കാളിയും ഗ്രേവി നല്ലോണം ഇളക്കി കൊടുത്തു. എന്നിട്ടൊരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെയ്ച്ചോറിക്കുള്ള കറി കൊണ്ട് കറിവേപ്പിലയുടെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ നമ്മൾ മല്ലിച്ചപ്പും പുതിനയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു കറിക്ക് വേറൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ നെയ്ച്ചോറിക്കും ബിരിയാണിക്കും ഒക്കെ ആകുമ്പോഴുള്ള മസാലയിൽ തൈര് ചേർക്കുക, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോഴാണ് ആ ഒരു റൈസിലോട്ട് ഉണ്ടാക്കുന്ന ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ വരിക. എനിക്കുണ്ടല്ലോ പൊതുവെ ഈ സദ്യ ഉണ്ടാക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. ഇനിയിപ്പോൾ ഓണമൊക്കെ ആയിട്ട് എല്ലാം ഒന്ന് ഒരു ദിവസം ഉണ്ടാക്കി എടുക്കണമല്ലോ, ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്.
ഒരുപാട് കഷ്ടപ്പാടുമാണ്. പിന്നെ അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അത്ര അധികം ആരും കഴിക്കൂല. ഒരു നേരമൊക്കെ എല്ലാ കറികളും കൂട്ടുന്നല്ലാണ്ട് എനിക്കിഷ്ടമാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കണ സദ്യ ഇങ്ങനെ പോയിരുന്ന് കഴിക്കാൻ. ഇതൊക്കെ പാടെ ഉണ്ടാക്കി അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി മോറിയെടുക്കുമ്പോഴൊക്കെ നമുക്ക് തിന്നാൻ തന്നെ പോകില്ല. പക്ഷെ നോൺ വെജ് ഐറ്റംസ് ആകുമ്പോൾ അധികം പാത്രങ്ങൾ വേണ്ട, പിന്നെ ഒരുപാട് സംഭവങ്ങൾ നുറുക്കിയെടുക്കണ്ട. വെറും ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നുള്ള ഐറ്റംസ് മാത്രം നുറുക്കിയെടുത്താൽ മതി. ചടപടയെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ പണിയൊക്കെ ലാഭമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ 2-3 നേരമൊക്കെ ചൂടാക്കി എടുക്കുകയും ചെയ്യാമല്ലോ. ഞാനീ പറയുന്നത് പ്യുവർ വെജിറ്റേറിയൻ ആയ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ തലയിൽ കൈ വെച്ചിട്ട് ഇത് എന്തൊരു ജന്മ എന്നോർത്തേക്കും അല്ലേ. എന്താ ചെയ്യുക, അങ്ങനെയായി പോയിട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ഒന്ന് അങ്ങോട്ട് ക്ഷമിച്ചേക്കുക. ഞാൻ വന്നേമ്പാട് വീട്ടിലേക്ക് മേടിച്ച സാധനങ്ങളെല്ലാം ഹോളിൽ വെച്ചിട്ട് ഓടിപ്പോയി കൊലായത്തിരുന്നിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, ഗെയിം കളിക്കാനായിട്ട് കേട്ടോ. എന്നാൽ അടുക്കളയിൽ വന്ന് അല്ലറ ചില്ലറ വർത്താനം പറഞ്ഞിട്ടെങ്കിലും കൂടിക്കൂടെ. അങ്ങനത്തെ ഒരു സ്വഭാവ ദൂഷ്യവും എൻ്റെ കെട്ടിയോനില്ല. മുന്നേയൊക്കെ ഞാനത് വലിയ കംപ്ലൈൻ്റ് ആക്കി വെറും പരാതിയും പരിഭവവും പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇത് ശീലമാവുകയാണല്ലോ. അങ്ങനെ പിന്നെ ഞാനും ഓർക്കും ഏട്ടൻ അങ്ങനെ പണിയൊക്കെ മാറ്റി ക്ഷീണിച്ച് വന്നിരിക്കുമ്പോഴേ ഈ കൊച്ചു വർത്താനം പറഞ്ഞ് നമ്മളെ കൂടെ കൂടാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല. പിന്നെ വല്ല ഗെയിമും കളിക്കുകയോ ഫോണിലോ ടി വിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുകയൊക്കെ ചെയ്ത് അവരങ്ങനെ ഇരിക്കട്ടെ, റെസ്റ്റ് എടുക്കലും ആവും, ഏട്ടനൊരു ചെറിയൊരു സന്തോഷം കിട്ടുകയും ചെയ്യുമല്ലോ. ഇക്കാണെങ്കിൽ ഇങ്ങനെ ഉണ്ണികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുക, പിന്നെ അതൊക്കെ ഇങ്ങനെ വീഡിയോ ആക്കി എടുത്ത് എഡിറ്റ് ചെയ്ത് വ്ളോഗാക്കി നിങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് ആക്കുക. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. നമുക്കിങ്ങനെ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴേ അതൊരു വലിയ കാര്യമാണല്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ഹോബി എന്ന് വേണം പറയാം. അച്ചൂട്ടനെയും ആദ്യം പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ആദ്യത്തിനാണ് അച്ചയുടെ ഒരു ചെറിയ സ്വഭാവം ഉള്ളത്. പക്ഷെ അവനെ ഞാൻ അങ്ങനെയൊക്കെ സമ്മതിക്കൂല, പിടിച്ചു വലിച്ചു കൊണ്ടു. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയാണ് അധികം കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോഴേ ഫ്യൂച്ചറിൽ അവന്മാരുടെ ഭാര്യമാർക്ക് അതൊരു ഉപകാരമാവട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്യിക്കാറ് കേട്ടോ. ഞാനെപ്പോഴും എൻ്റെ ഉണ്ണോളടുത്ത് പറയൂ കേട്ടോ, നമുക്കൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നാലും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന, നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന ചിലർക്ക് വേണ്ടിയിട്ടേ നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കുക അവർക്ക് വേണ്ടിയിട്ട്. അവർ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ലല്ലോ. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഞാനൊക്കെ അങ്ങനെ എൻ്റെ ക്യാരക്ടറിനെ കുറേ മാറ്റിയിട്ടുണ്ട്, കുറേ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കുന്നവരെ വെറുപ്പിച്ച് സ്നേഹിച്ച് കൊല്ലുന്നൊരു സ്വഭാവമുണ്ട് എനിക്ക്. അവരുടെ കൂടെ നേരം സംസാരിക്കണം, നേരം ടൈം സ്പെൻഡ് ചെയ്യണം, അവരെവിടെ പോകുന്നത് അങ്ങനെയൊക്കെ എപ്പോഴും അവരോട് അങ്ങനെ എൻ്റേതെന്ന് കരുതുന്നവർ ഒട്ടും അവരെ എൻ്റെ അടുത്ത് പങ്കിട്ട് പോകാൻ സമ്മതിക്കാത്ത മാതിരി അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സ്നേഹിക്കുന്നത് നല്ലതാണ്, പക്ഷെ ശ്വാസം മുട്ടിച്ച് സ്നേഹിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടറിനെ ഒന്ന് ഒതുക്കി പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ആയി ഇങ്ങനെ വരുന്നു. അതുപോലെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ അവസാനമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മളുടെ ലോങ് വീഡിയോ ഇല്ലേ, ആ ലോങ് വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയുന്ന മാതിരി ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയുന്നു കേട്ടോ. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂടെ കൂട്ടിയേക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ കിടക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട്, നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു കുഞ്ഞു ലൈക്കും അങ്ങനെയൊക്കെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ. സത്യം പറയാലോ, ഞങ്ങളിങ്ങനെ ഇതുമാതിരി സ്പെഷ്യലായിട്ട് എന്തുണ്ടാക്കിയാലും, ഇനി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഞങ്ങൾ സ്റ്റീൽ പാത്രത്തിലാണ് കഴിക്കാറ് കേട്ടോ. പക്ഷെ ഞാൻ ഈ വ്ളോഗും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മാത്രം ഇത്തിരി ചന്ത ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഡിഷ് ഒന്നും കൂടിയൊക്കെ ഒന്ന് നല്ല ഭംഗിയിൽ കാണാനുള്ള ഒരു പൊലിവിലേ ഇങ്ങനെ പൊട്ടുന്ന നല്ല ഭംഗിയുള്ള ഫൈബർ പ്ലേറ്റുകളോ അല്ലെങ്കിൽ കുപ്പി പ്ലേറ്റുകളൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. ആദ്യം പറയും, മുന്നേ അമ്മ ഈ കുപ്പി ഗ്ലാസും കുപ്പി പാത്രങ്ങളും എല്ലാം മേടിച്ച് വിരുന്നുകാരെ കാത്തിരിക്കും അതിലെന്തെങ്കിലും വിളമ്പിയവർക്ക് കൊടുക്കാനായിട്ട്. അല്ലാണ്ട് അമ്മ മേടിക്കുന്ന ഈ പ്ലേറ്റുകളിൽ ഞങ്ങൾക്കുണ്ടോ അമ്മ തരണു എന്നാ പറയുക കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, യൂട്യൂബ് വന്നുകൊണ്ടെങ്കിലും നല്ല പാത്രത്തിൽ അമ്മ തിന്നാൻ തരുമല്ലോ, അല്ലെങ്കിൽ അമ്മ ഇത് പൊട്ടൊന്നും പറഞ്ഞുകൊണ്ട് എടുത്തു വെക്കാറില്ലല്ലേന്ന്. അത് വാസ്തവം തന്നെയാണ്. നിങ്ങളിലുണ്ടോ അങ്ങനെയുള്ള അമ്മമാർ? എൻ്റെ അമ്മ ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞാനും ആ ഒരു ലെവലിലായി കേട്ടോ. ശരിക്കും ഞാൻ അങ്ങനെ ഒരു ഫണ്ണി ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ട്. അമ്മമാരിങ്ങനെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് വീട്ടിലുള്ളവർക്ക് കൊടുക്കാണ്ട് സോക്കേഴ്സിൽ അതിങ്ങനെ എടുത്ത് വെക്കണമായിട്ട്. എന്തായാലും യൂട്യൂബ് വന്നതോടുകൂടി നമ്മൾ എടുത്തു വെച്ച പാത്രങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് പുറത്തെടുക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മളെ കറിയും സാലഡും ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ കെട്ടിയോന് കൊടുക്കാനിട്ടൊരു പ്ലേറ്റ് സാലഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ക്യാരറ്റും തൈരും നമ്മുടെ കക്കരിക്കയും ഒക്കെ ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടന് പിന്നെ കൊടുക്കണതിൻ്റെ മുന്നേ ഫോണെടുത്ത് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പറയും സൂപ്പർന്ന്. പിന്നെ ഒന്നും ചെയ്യില്ല, അതിൻ്റെ മുന്നേ മൂപ്പര് അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ കണ്ട അഭിപ്രായം പറയണ്ട, തിന്ന് നോക്കിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള അഭിപ്രായം മാത്രം മതി എന്നൊക്കെ പറഞ്ഞാണ്.